നമ്മൾ വെക്കാൻ പോകുന്ന കറി വിളയാണ്. കരിവേപ്പില, ഇഞ്ചി, പുളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി നമ്മളെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ പിന്നെ ചെയ്യുന്നത് ചട്ടി കഴുകിയത് അത് നല്ല തുടച്ച് വൃത്തിയാക്കി കോട്ടൺ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി നമ്മൾ ചട്ടി അടുപ്പിൽ കയറ്റി കഴിഞ്ഞ് നമ്മൾ ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ച് നല്ലപോലെ എണ്ണ ചൂടാകണം. എണ്ണ മിതമായി എണ്ണ ഒഴിക്കാവുള്ളൂ, ഒത്തിരി എണ്ണ ഒഴിക്കരുത്. മിതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടുപോകാൻ എണ്ണ കിടക്കും. അതിനേക്കാൾ നല്ലത് അത് നമ്മൾ ഉലുവായും കടുകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിരിക്കുകയാണ്. അത് നല്ലപോലെ തിളച്ച് ഇളക്കി വെച്ച് ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് ഇളക്കണം. നമ്മൾ ഇളക്കുക, നല്ലപോലെ ഇളക്കണം. ഇളക്കി അത് ശകലനേരം നമ്മൾ ഇടണം. അത് ഇട്ടതേ നമുക്ക് നല്ല ബ്രൗൺ കളറാകുന്ന വിധമാകണം. നല്ല കറിക്ക് രുചി വരത്തുള്ളൂ. അതാണ് നമുക്ക് ഇതിലേക്ക് കറിയുടെ ഒരു രുചിക്കൂട്ടുണ്ട്. അത് ഞാൻ അവസാനം പറയാം, ആ രുചിക്കൂട്ട് എന്നാന്ന്. ഇപ്പം നമ്മൾ ഇഞ്ചി ബ്രൗൺ കളറായി ഉണ്ടോ, നല്ല ബ്രൗൺ കളർ. നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്ന മുളക് പൊടിയാണ്. അത് പിരിയമുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്യുന്നത് ഇനി മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ട് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കി നമ്മൾ ആ എണ്ണയൊക്കെ ആയിട്ട് പുളിയൊക്കെ ആയിട്ട് എല്ലാം കൂടെ ഒരു ശകലം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ആഡ് ചെയ്ത് നമ്മൾ നല്ലപോലെ ഇളക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കഴിയുമ്പോൾ ശകലം ചൂടുവെള്ളം ഒഴിക്കുന്നത്. നമ്മൾ പച്ചവെള്ളമല്ല ഒഴിക്കുന്നത്, ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ ഇളക്കണം. ഇളക്കിയിട്ട് പുളിയും ചൂടുവെള്ളം കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ അതിന് വേണ്ടത്ര വെള്ളം ഒഴിക്കണം. ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളയ്ക്കാൻ വെച്ചിരിക്കുക. മീൻ കറി നല്ല തിളച്ചാലേ ടേസ്റ്റ് വരുള്ളൂ. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീൻ പെറുക്കിയിടണം. നമ്മൾ ഓരോന്നായി അടുക്കിനായിട്ട് പെറുക്കിയിടണം. ആ പെറുക്കിയിടുന്നതനുസരിച്ച് തിളച്ച എണ്ണ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. അന്നേരം നല്ല കറിക്ക് രുചി വരത്തുള്ളൂ. അതിന് നമുക്കൊരു രുചിക്കൂട്ടുണ്ട്, അത് അവസാനം ഞാൻ പറയാം. എന്നിട്ടുണ്ട് അടുക്കിനിടണം. അടുക്കിനിട്ട് കഴിഞ്ഞാൽ ആ മീനിൻ്റെ ഭംഗിയും വരത്തുള്ളൂ. അതുപോലെ നമ്മൾ മീനെടുത്താൽ ഉടയാതെ നമുക്ക് എടുക്കുകയും ചെയ്യാം. നമ്മൾ ഒന്നിച്ചിട്ടാൽ മീൻ ഉടഞ്ഞു പോകും. അത് ഉടയാതിരിക്കാനാണ് നമ്മളിങ്ങനെ അടുക്കിനിടുന്നത്. ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇടം നോക്കി നമ്മൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കറിയുടെ അപ്പോഴും തിളച്ചുകൊണ്ട് മീൻ തിളച്ചപ്പോൾ എണ്ണ പൊങ്ങുന്നുണ്ട്, മുകളിലോട്ട് എണ്ണ പൊങ്ങിട്ടും തവി കൊണ്ട് പയ്യെ ഒന്ന് ഇളക്കി മീൻ നമ്മൾ മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാനായി മൂടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇളക്കി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സീക്രട്ട് ഉണ്ടെന്ന് മീൻ കറിയുടെ. ആ സീക്രട്ട് എന്നാന്ന് വെച്ചാൽ കടുക് നല്ലപോലെ ഇടിക്കണം. വെളുത്തുള്ളി ഇഞ്ചി കടുകും കൂടെ നല്ലപോലെ ഇടിച്ച് കടുക് പൊട്ടിക്കുമ്പോൾ നമ്മൾ അതിലൂടെ ചേർക്കണം. അതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട്.